എ ക്ലാസ് മണ്ഡലങ്ങൾ ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിലെത്തുന്നു. പാലക്കാട്ടും തൃശൂരുമാണ് പ്രധാനമന്ത്രി എത്തുക. വൈകിട്ട് 4 മണിക്ക് കുട്ടനല്ലൂർ ഗവൺമെന്റ് കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങുന്ന മോദി റാലിയിൽ പങ്കെടുക്കും. 5:30 പാലക്കാട്ടേക്ക് പോകും. ഏപ്രിൽ 4 പാലായിലും തിരുവനന്തപുരത്തും മോദി പ്രചാരണത്തിലെത്തുന്നുണ്ട്. ജേസൺ ചാമോളപ്പിൽ വിവരങ്ങളുമായി. ജേസൺ, ഇപ്പോൾ എ ക്ലാസ് മണ്ഡലങ്ങളിലേക്ക് മോദി എത്തുന്നു. നാളെ തൃശൂരിൽ നിന്നാണ് ഇപ്പോൾ സുരേഷ് ഗോപി വിജയിച്ചത്, കേന്ദ്രമന്ത്രി ഉണ്ടായത്. അപ്പോൾ അവിടം കേന്ദ്രീകരിച്ച മോദിയുടെ പ്രസംഗം, മോദിയുടെ വാഗ്ദാനങ്ങൾ, എപ്പോഴാണ് പരിപാടി? സ്മൃതി, ഇത്തവണ BJP 7 സീറ്റിലെങ്കിലും ഉറപ്പായും വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിലൊന്ന് തൃശ്ശൂരാണ്, മറ്റൊന്ന് പാലക്കാടും. പാലക്കാട് ജില്ലയിൽ 2 സീറ്റുകളാണ്. അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി ആദ്യഘട്ടത്തിൽ തൃശ്ശൂരും പാലക്കാടും ഒരു ദിവസം തന്നെ എത്തിച്ചേരും. നാളെ വൈകിട്ട് ഏകദേശം ഉച്ചയ്ക്ക് ശേഷം 2:30 പാലക്കാട് പൊതുസമ്മേളനം വെച്ചിരിക്കുന്നത്. അതിനുശേഷം തൃശ്ശൂരിലേക്ക് അദ്ദേഹം 4:15 എത്തും. ഇവിടെ റോഡ് ഷോ സംഘടിപ്പിച്ചിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും അണിനിരത്തിക്കൊണ്ട് തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ ഏകദേശം 25 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന റോഡ് ഷോയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിനുശേഷം 4-ാം തീയതിയാണ് പാലായിലും തിരുവനന്തപുരത്തും നരേന്ദ്രമോദി എത്തുന്നത്. തിരുവനന്തപുരത്ത് റോഡ് ഷോയും പാലായിൽ പൊതുസമ്മേളനവും. അങ്ങനെ BJPയുടെ ശക്തമായ അവസാന ഘട്ടം എത്തുമ്പോൾ ശക്തമായ പ്രചരണ പരിപാടിയിലേക്ക് കടക്കുകയാണ്. നരേന്ദ്രമോദിക്ക് പുറമെ അമിത്ഷാ ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കളും വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തേക്ക് എത്തും. വിവിധ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കും. ആദ്യഘട്ടത്തിലെത്തുക തികച്ചും ഏറ്റവും ആത്മവിശ്വാസം നൽകുന്ന മണ്ഡലങ്ങളിൽ ആദ്യഘട്ടത്തിൽ പ്രചരണം നടത്തി പ്രവർത്തകരിൽ ആവേശമുണ്ടാക്കുക, അത് മറ്റു ജില്ലകളിലേക്ക് വ്യാപിപ്പിക്കുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് 4-ാം തീയതിയാണ് തിരുവനന്തപുരത്തും അതുപോലെ തന്നെ പാലായിലും നരേന്ദ്രമോദി എത്തുന്നത്. ശരി, ജേസൺ ചാമോളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്.